അന്ത്യനാളിൽ നമ്മെ ചേർക്കുവാൻ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ട ചിന്താവിഷയം മാരനാഥ, കാത്തിരിപ്പിലെ ജീവിതം എന്നുള്ളതാണ്. മാരനാഥ എന്നത് ഒരു അരാമ്യ പദമാണ്. അതിനർത്ഥം നമ്മുടെ കർത്താവ് വരുന്നു, അല്ലെങ്കിൽ കർത്താവെ വരേണമേ എന്നുള്ളതാണ്. ആദിമ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രാർത്ഥനയും പ്രതീക്ഷയും അടങ്ങിയ വാക്കാണ് ഇത്. കർത്താവ് വീണ്ടും വരുമെന്ന വിശ്വാസമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 16 അധ്യായം 22 വാക്യത്തിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. ക്രിസ്മസിന് മുന്നോടിയായിട്ടുള്ള നാളുകൾ ക്രിസ്തീയ സഭ ആഗമന നാളുകളായിട്ടാണ് ആചരിക്കുന്നത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഓർക്കുവാനും അതിനായി ഒരുങ്ങുവാനുമായി ക്രിസ്തീയ വിശ്വാസികളെ സജ്ജരാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്. കർത്താവിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പ് എന്നത് വെറും ചടങ്ങായി മാത്രം ചെയ്യേണ്ട കാര്യമല്ല, മറിച്ച് ആത്മാർത്ഥതയോടും പ്രത്യാശയോടും ഉത്തരവാദിത്വബോധത്തോടും കൂടി നിർവഹിക്കേണ്ട ഒന്നാണ്. നൽകപ്പെട്ട പാഠഭാഗങ്ങളിലൂടെ കർത്താവിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിൽ നാം അനുവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, ദൈവിക ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുക. ദൈവിക ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുക. യെശയ്യാവ് 2 അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരണം നൽകിയിരിക്കുന്നു. യെശയ്യാവ് 2 അധ്യായം 2 വാക്യം, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. യഹോവയുടെ ആലയമുള്ള പർവ്വതമെന്നാൽ സിയോൻ പർവ്വതമാണ്. അത് യെരുശലേമിനെ കുറിക്കുന്നു. ഭാവിയിൽ ഇസ്രായേലിൻ്റെ ദൈവമാണ് ഏക സത്യദൈവമെന്ന് സകല ജാതികളും മനസ്സിലാക്കുമെന്നും ദൈവത്തിൻ്റെ വഴികൾ പഠിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുമെന്നും ദൈവം ജാതികളിടയിൽ ന്യായം വിധിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. ജാതികൾ സത്യദൈവത്തെയും ദൈവവഴികളെയും തിരിച്ചറിയുമ്പോൾ അവരുടെ ജീവിതത്തിന് രൂപാന്തരം സംഭവിക്കുന്നു. 2 അധ്യായം 4 വാക്യം, അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. വാളും കുന്തവും പഴയ കാലത്തെ യുദ്ധത്തിനുള്ള ഉപകരണങ്ങളാണ്. ഒഴുവും വാക്കത്തിയും കാർഷിക ഉപകരണങ്ങളാണ്. നശീകരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളെയും ഊർജത്തെയും ജനനന്മയ്ക്കായി ഉപയോഗിക്കുന്ന വലിയൊരു മാറ്റമാണ് ദൈവവഴികളിൽ നടക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ആധുനിക യുഗത്തിലും നശീകരണത്തിനായി മിസൈലുകളും ഡ്രോണുകളും ബോംബുകളും അണ്വായുധങ്ങളുമെല്ലാം നിർമ്മിക്കുവാൻ വേണ്ടി വലിയ അളവിലുള്ള സമ്പത്തും ബുദ്ധിയും സമയവുമെല്ലാമാണ് മനുഷ്യൻ ചെലവഴിക്കുന്നത്. ലോകത്തിൽ അതിദാരിദ്ര്യത്തിലും കഷ്ടതയിലും ജീവിക്കുന്ന അനേകർക്ക് സാന്ത്വനമേകുവാൻ ലോകരാഷ്ട്രങ്ങൾ ആയുധത്തിനും സൈനിക ശക്തിയുമായി ചിലവഴിക്കുന്ന തുകയുടെ ചെറിയ ശതമാനം മാത്രം മതി. ഇവിടെയാണ് സത്യദൈവത്തെ അറിയുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രസക്തി. രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല, വ്യക്തികൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും പരസ്പര വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയുമൊക്കെ പേരിൽ കോടതികളിലും മറ്റു തരത്തിലുമെല്ലാം ചിലവഴിക്കുന്ന സമ്പത്തും സമയവും ഊർജവുമെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കുമായി ഉപയോഗിക്കപ്പെടണം. ഇതാണ് ദൈവിക ലക്ഷ്യം. കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ക്രിസ്തീയ സമൂഹം ഈ ദൈവിക ലക്ഷ്യങ്ങളെ പ്രാവർത്തികമാക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ചിന്ത, അലസത വെടിഞ്ഞ ഒരുക്കത്തോടെ കാത്തിരിക്കുക. അലസത വെടിഞ്ഞ് ഒരുക്കത്തോടെ കാത്തിരിക്കുക. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 10 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അലസത വെടിഞ്ഞ് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അന്ത്യകാലത്തേക്കുള്ള പ്രവചനങ്ങളും ദർശനങ്ങളുമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിൽ 22 അധ്യായം വേദപുസ്തകത്തിലെ തന്നെ അവസാനത്തെ അധ്യായമാണ്. അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ വിവരണത്തിന് ശേഷം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നുവെന്നും അതുകൊണ്ട് അവ മുദ്രയിടരുതെന്നും പറഞ്ഞിരിക്കുന്നു. കാരണം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എല്ലാവർക്കും വളരെ വേഗത്തിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ കേട്ടിട്ടും ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുന്നില്ല എങ്കിൽ ശിക്ഷാവിധിക്ക് യോഗ്യരായിത്തീരും. എന്നാൽ ഈ പുസ്തകത്തിലെ മുന്നറിയിപ്പുകളുടെ വെളിച്ചത്തിൽ നീതിയും വിശുദ്ധിയും പിന്തുടരുന്നുവെങ്കിൽ ദൈവ അനുഗ്രഹങ്ങൾ ലഭ്യമാകും. കർത്താവ് എപ്പോൾ വരുമെന്ന ചോദ്യത്തിന് വേഗം വരുന്നുവെന്നാണ് ഇവിടെ നമുക്ക് ഉത്തരം കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയത്തിലും അസമയത്തിലും ഒരുക്കത്തോടെ നിലനിൽക്കേണ്ടതുണ്ട്.
അൽഫയും ഒമേഗയും ഗ്രീക്ക് ഭാഷയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ അക്ഷരങ്ങളാണ്. ദൈവത്തിന് ആരംഭവുമില്ല, അവസാനവുമില്ല. സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനും ദൈവമാണ്. ദൈവനഗരത്തിൽ പ്രവേശിക്കുവാൻ ഓരോരുത്തരും നിങ്ങളുടെ വസ്ത്രം അലക്കി ശുദ്ധി വരുത്തേണ്ടതാണ്. വസ്ത്രം അലക്കുക എന്നതിനർത്ഥം ജീവിതത്തിലെ തിന്മകളെ നീക്കി വിശുദ്ധി പ്രാപിക്കുക എന്നതാണ്. എന്നാൽ തിന്മയും അനീതിയും പിന്തുടരുന്നവർക്ക് ദൈവവുമായി കൂട്ടായ്മ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവങ്കിലേക്ക് വരുവിൻ എന്ന് ദൈവാത്മാവ് ഏവരെയും ക്ഷണിക്കുകയും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭ അതിനെ പ്രതിധ്വനിപ്പിക്കുകയും ചെയ്യുന്നു. ആത്മീയ ദാഹമുള്ളവർക്കാണ് ദൈവത്തിൽ നിന്ന് ജീവജലം ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സഭയുടെ ആദിയോട് അന്തമുള്ള ആഗ്രഹമാണ് കർത്താവിൻ്റെ വരവ്. അതുകൊണ്ട് കർത്താവായ യേശുവേ വരയണമേ എന്ന് യോഹന്നാനും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മിലൂടെയും പ്രതിധ്വനിക്കപ്പെടണം. മൂന്നാമത്തെ ചിന്ത, പ്രവർത്തന നിരതയോടും ജാഗ്രതയോടും കൂടി കാത്തിരിക്കുക. പ്രവർത്തന നിരതയോടും ജാഗ്രതയോടും കൂടെ കാത്തിരിക്കുക. ലൂക്കോസ് 12-ാം അധ്യായം 32 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ വരവിനെ കല്യാണത്തിന് പോയി മടങ്ങി വരുന്ന ഒരു യജമാനോട് ഉപമിച്ചിരിക്കുന്നു. യജമാൻ ഏത് സമയത്ത് വന്ന് മുട്ടിയാലും വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് ഉറങ്ങാതെ കാത്തിരിക്കുന്ന ദാസന്മാരോട് ദൈവജനത്തെയും ഉപമിച്ചിരിക്കുന്നു. യജമാനെ കാത്ത് ഉണർന്നിരിക്കുന്ന ദാസന്മാരെ ഭാഗ്യവാന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് ഒരുങ്ങിയിരിപ്പിനെന്ന 4-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് കാത്തിരിക്കുക എന്ന പ്രവൃത്തി നിർവഹിക്കപ്പെടേണ്ടത് ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. കാത്തിരിക്കുക എന്നാൽ എന്താണ് എന്ന് 12-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ ലോകപ്രകാരം ദരിദ്രരെങ്കിലും ദൈവത്തിലുള്ള ആശ്രയത്തിൽ ജീവിക്കുകയും ദൈവപ്രസാദം ലഭ്യമാക്കുകയും വേണം. ഈ ലോകപ്രകാരമുള്ള സമ്പത്തിൽ ആശ്രയിക്കാതെ ഔദാര്യ ദാനങ്ങൾ നൽകുകയും കള്ളൻ അടുക്കുകയോ പുഴുക്കെടുക്കുകയോ ചെയ്യാത്തതും അഴുകിപ്പോകാത്തതും തീർന്നു പോകാത്തതുമായ സ്വർഗീയ നിക്ഷേപം കരസ്ഥമാക്കണം. ജീവിതത്തിലെ നന്മയും നീതിയുമുള്ള പ്രവൃത്തികളാണ് സ്വർഗീയ നിക്ഷേപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അര കെട്ടുക എന്നതിനർത്ഥം പ്രവർത്തന സന്നദ്ധതയാണ്. ദൈവിക ദൗത്യങ്ങൾ നമ്മിലൂടെ നിർവഹിക്കപ്പെടണം. വിളക്ക് കത്തിക്കൊണ്ടിരിക്കുക എന്നതിനർത്ഥം ഉണർന്ന ജാഗ്രതയോടെ ആയിരിക്കുക എന്നതാണ്. പ്രാർത്ഥനയിലൂടെയും വിശ്വസ്തതയിലൂടെയും നന്മയും സത്യം നിറഞ്ഞ പ്രവർത്തനങ്ങളുടെയുമാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഉണർവും ജാഗ്രതയും പ്രകടമാക്കുവാൻ കഴിയുന്നത്. മാറനാഥ കർത്താവെ വേഗം വരയണമേ എന്ന പ്രാർത്ഥന നമ്മിലെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനും കർത്താവിൻ്റെ വരവിനായി നമ്മെ തന്നെ ഒരുക്കുവാനും ക്ഷമയോടെ കാത്തിരിക്കുവാനും പ്രാപ്തമാക്കുന്നു. നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസൃതമായല്ല, ദൈവിക ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായി നാം കാത്തിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അലസതകൾ വിടുകയും കർത്താവിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ബോധ്യമുള്ളവരാകുകയും ജീവിതത്തിൽ തിരുത്തലുകൾക്ക് വിധേയരാകുകയും വേണം. അതോടൊപ്പം പ്രവർത്തന നിരതയും ജാഗ്രതയുമുള്ളവരായും നാം തീരേണ്ടതാണ്. കർത്താവിൻ്റെ വരവിനായി നമ്മെ തന്നെ ഒരുക്കുവാനും കാത്തിരിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.